കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിൽ തൊഴിലുറപ്പ് പണികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളായ കള്ളിക്കാട് ഭുവനേന്ദ്രൻ, ചിത്ര ഉദയൻ, ബിന്ദു, സുമ, കവിത, കോൺഗ്രസ് നേതാക്കളായ എം മാത്യുക്കുട്ടി, പ്രതീഷ് മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM ഭരിക്കുന്ന വാർഡുകളിൽ കൂടുതൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകൾ മാത്രം VBG റാംജിയിൽ വരുന്ന മാറ്റങ്ങളുടെ ഭാഗമെന്ന് പറയുന്നതിൽ പഞ്ചായത്തും ജീവനക്കാരും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എല്ലാ വാർഡുകളിലും ഏറ്റുമാർ ആവശ്യമായ പ്രവൃത്തികൾ കണ്ടെത്തി ഫെബ്രുവരി മാസത്തിൽ തന്നെ തൊഴിലുറപ്പ് സെല്ലിൽ ഏൽപ്പിച്ചതാണ്. കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളിൽ ഫെബ്രുവരിയിൽ കൊടുത്ത വർക്കുകളിന്മേൽ ഉദ്യോഗസ്ഥലത്തിൽ വന്ന വീഴ്ചയാണ് പണി ലഭിക്കാത്തതിന് കാരണം. ഇത് അന്വേഷിക്കുന്നതിനായി ഇന്ന് രാവിലെ 10:30 തൊഴിലുറപ്പ് ഓഫീസിൽ കോൺഗ്രസ് മെമ്പർമാർ എത്തിയപ്പോൾ ആകെ ഒരു സ്റ്റാഫ് മാത്രമേ ഹാജരുള്ളൂ. ബന്ധപ്പെട്ട ഓവർസീറും AEയും മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായാണ് അറിയാൻ സാധിച്ചത്. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് ഓഫീസ് ഉപരോധിച്ചത്. സമരക്കാരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റാനാണ് ഭരണക്കാർ ശ്രമിച്ചതെന്ന് ഇവർ ആരോപിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സമരക്കാരെ സന്ദർശിച്ച് മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശങ്ങളിൽ സമരം അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് ബ്ലോക്കിലെ ജോയിന്റ് BDOയെ ബന്ധപ്പെട്ട് സെക്രട്ടറിയും ജോയിന്റ് BDOയും വ്യാഴാഴ്ച മുതൽ എല്ലാ വാർഡുകളിലും പണി തുടങ്ങാമെന്ന് ഉറപ്പ് തരികയും അതിൻ്റെ ഭാഗമായി ഏറ്റവും കുറച്ച് പണി ലഭിച്ച നിരപ്പുക്കാല വാർഡിൽ നാളെ 11:30 പ്രോജക്റ്റ് മീറ്റിംഗ് കൂടാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉച്ചയോടുകൂടി സമരപരിപാടികൾ അവസാനിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പുതിയ സാമ്പത്തിക വർഷം വന്നതിന് ശേഷം എല്ലാ വാർഡിലും ഒരുമിച്ച് തൊഴിൽ കൊടുക്കുന്നതിനുള്ള നടപടിക്രമം തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ഏപ്രിൽ മാസം മുതൽ കൂടുന്ന കമ്മിറ്റികളിൽ നമ്മളിത് നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ വാർഡിലും തുല്യമായി പണി കൊടുക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ബന്ധപ്പെട്ട AEയുടെയും അതുപോലെ തന്നെ ഓവർസിയർമാരുടെയും ഭാഗത്ത് വന്ന വീഴ്ചയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ചില വാർഡുകളിൽ മാത്രം വർക്ക് കൊടുക്കുകയും മറ്റുള്ളിടത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. മേറ്റുമാരോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് 8, 10, 15 വർക്കുകൾ എടുത്ത് കൊടുത്തിട്ട് മാർച്ച് മാസത്തിന് മുമ്പേ എടുത്ത് കൊടുത്തിട്ടും അതെല്ലാം ഓക്കെ ആയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഓഫീസിലെ തൊഴിലുറപ്പ് ഓഫീസിലെ നടപടി പെശകായി ഞങ്ങൾ കാണുന്നത്. ഉള്ള ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ചില വാർഡുകളിൽ പരിപൂർണമായി ചില സൈറ്റുകളിൽ പണി തുടങ്ങാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ചില വാർഡുകളിൽ 50-ലധികം വർക്ക് മാൻഡേയ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായും തൊഴിൽ കിട്ടാത്ത തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ആശങ്കാകുലരാണ്. അവർ പഞ്ചായത്ത് മെമ്പർമാരോട് ബഹളം വയ്ക്കുന്നു. നമ്മൾ നിരന്തരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അത് BBG റാംജി ആരംഭിക്കുകയാണ്. അതിന് 70 വർക്കുകൾ വന്നിട്ടുണ്ട്. യുദ്ധധാരയിൽ ഉൾപ്പെടുത്തി വന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുന്നതല്ലാതെ എന്നാൽ അവർക്ക് വേണ്ടപ്പെട്ട ചില വാർഡുകളിൽ കൃത്യമായി പണി നടക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യം അന്വേഷിക്കാനാണ് രാവിലെ ഞങ്ങൾ മെമ്പർമാരിവിടെ വരുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആകെ ഒരേ ഒരു സ്റ്റാഫ് 10:40 ഓഫീസിൽ വരുമ്പോൾ ഒരേ ഒരു സ്റ്റാഫാണ്. അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് അത് ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് ആണ്. AEയും ഓവർസിയർമാർക്കും ഡെയിലി ട്രെയിനിങ് ആണെന്ന് പറയുന്നു. നമ്മൾ ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിൽ ചോദിക്കുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ഓഫീസിൽ വന്ന് രേഖകൾ പരിശോധിക്കാൻ വരുമ്പോൾ അത് നടക്കുന്നില്ല. കമ്മിറ്റിയിൽ വ്യക്തതയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ എല്ലാ സ്ഥലത്തും വർക്ക് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പാണ് പറയുന്നത്. ആ ഉറപ്പെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് തരുന്നത്. ആ സെക്രട്ടറി തരുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ വിങ്ങിലെ AE ഫോണിലൂടെ പറയുന്നു വ്യാഴാഴ്ച മുതൽ പണി തുടങ്ങാമെന്ന്. വ്യാഴാഴ്ച മുതൽ പണി തുടങ്ങാമെന്ന് ഇവർ ഫോണിൽ കൂടി പറയുമ്പോൾ ഇവർ ചെയ്ത നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോയിന്റ് BDOയെ വിളിച്ച് അദ്ദേഹം സുഖമില്ല വീട്ടിലാണെന്നാണ് പറയുന്നത്. ജോയിന്റ് BDOയെ വിളിച്ച് സംസാരിച്ചപ്പോഴും വ്യാഴാഴ്ച പണി തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്തു തരാം, വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അടിയന്തരമായി പരിഹരിക്കാമെന്ന് പറയുന്നു. പക്ഷെ പരിഹരിച്ചാൽ വ്യാഴാഴ്ച പണി തുടങ്ങുന്നൊരു ഉറപ്പ് നമുക്ക് വരുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ മുടന്ന ന്യായം പറഞ്ഞ് മാറ്റി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫീസിന്റെ മുന്നിൽ ഒരു സമരത്തിന് വേണ്ടി ഞങ്ങൾ വന്നതല്ല. എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ചേർന്ന് ഇവിടെ വരുന്നത്. വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അനാഥമാണ്.